ക്ഷേത്രനടയിൽ തൻ്റെ തനതായ ശൈലിയിൽ ഇടയ്ക്കകൊട്ടി സോപാന സംഗീതം പാടുന്ന ശിവഹരി എന്ന 3.5 വയസ്സുകാരൻ ഏവർക്കും കൗതുകമാണ്. പത്തനംതിട്ട പന്തളം മഹാദേവർ ക്ഷേത്രത്തിൽ നടയടച്ചു തുറക്കുമ്പോൾ തൊഴാനെത്തുന്നവർക്കാണ് മിക്കപ്പോഴും ശിവഹരിയുടെ സോപാന സംഗീതം കേൾക്കാനാവുക. തീരെ കുഞ്ഞായിരുന്നപ്പോഴേ ശിവഹരിക്ക് സോപാന സംഗീതം കേട്ടുറങ്ങാനായിരുന്നു താല്പര്യം. ഫോൺ കയ്യിൽ കിട്ടിയാൽ മറ്റു കലാകാരന്മാർ പാടുന്നത് കാണും. രക്ഷിതാക്കളോടൊപ്പം ക്ഷേത്രത്തിലെത്തിയാൽ സോപാനത്ത് കൊട്ടിപ്പാടുന്ന സംഗീതം ശ്രദ്ധയോടെ വീക്ഷിക്കും. സംസാരിച്ചു തുടങ്ങിയ കാലം മുതൽ ആ വരികൾ പാടിത്തുടങ്ങി. അങ്ങനെ കുഞ്ഞു ശിവഹരി സ്വയം പഠിച്ചതാണ് ഇടയ്ക്കയും സോപാന സംഗീതവും. കുഞ്ഞിലെ തൊട്ട് താല്പര്യമുണ്ടായിരുന്നു. കാരണം കുഞ്ഞ് ഉറങ്ങാൻ ഞങ്ങൾ കൂടുതലും ഈ സോപാന സംഗീതമാണ് കേൾപ്പിച്ചിരുന്നത്. അപ്പോൾ അത് കേട്ടാണ് മോൻ ഉറങ്ങിക്കൊണ്ടിരുന്നതും. പിന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൻ തന്നെ പാട്ടുകൾ സെലക്ട് ചെയ്യുകയും അങ്ങനെ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അങ്ങനെയാണ് വരികളെല്ലാം തന്നെ പഠിച്ചെടുക്കുകയായിരുന്നു. ഇടയ്ക്ക് കൊട്ടുന്ന ശൈലിയായാലും തന്നെയായിരുന്നു പഠിച്ചെടുത്തത്. അച്ഛൻ കലാമണ്ഡലം രാജേഷും അമ്മ പ്രിയയും പൂർണ്ണ പിന്തുണ നൽകി. ഞാനും എൻ്റെ ചേട്ടൻ അവൻ്റെ ശിവഹരിയുടെ വല്യച്ഛനും കൂടാണ് ഞങ്ങൾ ഉറക്കുന്നതും അവനെ കളിപ്പിക്കുന്നതുമല്ല. അതിലെല്ലാ സമയങ്ങളിലും സോപാന സംഗീതമാണ് ഏറ്റവും ഇഷ്ടം. അതും ഹരിപ്പാട് അഖിലേശ്വന്ത് എന്ന് പറയുന്ന സോപാന സംഗീതം അവതരിപ്പിക്കുന്ന ആളുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ കേട്ടിരുന്നതും. ഒരു 4 പാട്ട് വരെ അദ്ദേഹം പാടുന്ന അതേപോലെയൊക്കെ തന്നെ പാടാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഈ നിൽക്കുന്നത് പന്തളം മഹാദേവ ക്ഷേത്രമാണ്. ഞാനിവിടെ കിശാന്തിയായിട്ട് വർക്ക് ചെയ്യുന്നു. അത് എൻ്റെ കൂടെ വരുമ്പോൾ ഈ നടയിൽ സോപാന സംഗീതം അവതരിപ്പിക്കുന്ന കലാപീഠം ശ്യാംകുമാറുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കും. ആ കൂട്ടത്തിൽ അദ്ദേഹം ഇല്ലെങ്കിലും തന്നെ ഇടയ്ക്ക കൊട്ടി പാടാറുണ്ട്. UKG വിദ്യാർത്ഥിയായ ശിവഹരി ഇപ്പോൾ അഖിൽ യശ്വന്ത് എന്ന ഗുരുവിന് കീഴിൽ സോപാന സംഗീതം അഭ്യസിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ വീട്ടിലെ കളരിയിൽ കലാമണ്ഡലം രാജേഷിന്റെ ശിക്ഷണത്തിൽ പഠിക്കാനെത്തുന്ന കുട്ടികൾക്ക് ഒപ്പമിരുന്ന് ചെണ്ടയും പഠിച്ചു തുടങ്ങി. ശിവഹരിയുടെ അനുജൻ 1.5 വയസ്സുകാരൻ ശിവദത്തിനും ഇടയ്ക്കയോട് തന്നെയാണ് കമ്പം. ഇരുവരുടെയും ഇഷ്ടത്തിനനുസരിച്ച് കലകൾ അഭ്യസിപ്പിക്കാനാണ് അച്ഛൻ കലാമണ്ഡലം രാജേഷിന്റെയും അമ്മ പ്രിയയുടെയും തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.